6 കാര്യം വെച്ചു, 2 കാര്യം നടന്നു, 3 കാര്യം നടന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ എന്തൊരു കുഴപ്പമുണ്ടെന്ന് എൻ്റെ അർത്ഥം. അങ്ങനെയല്ല ഇത് ശരി. ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ദൈവത്തിന് നൽകിയാൽ, അതായത് ഇപ്പോൾ ഈശോ പറഞ്ഞു, അതായത് ചോദിക്കൂ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അവസാനം പറയാൻ എന്താണ്? അമർത്തി കുലുക്കി നിറച്ചളന്ന് 6:36 ശ്രുതികട ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം തിരുവചനം. ലൂക്കാ 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അപ്പം മടിയിലേക്ക് ചൊരിയുന്നതാണ് സംഭവം. അപ്പം നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ പിന്നെ ദൈവം അളന്നല്ല കൊടുക്കണത്. അവൻ അളന്നല്ല ആത്മാവിനെ കൊടുക്കണ യോഹന്നാൻ. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. ഈ ഉടമ്പടി ആരാധനയിലൂടെ സമൃദ്ധമായ കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളോട് പറഞ്ഞായിരുന്നു, ആ സാക്ഷി അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം തോന്നിയാൽ എന്നാൽ പിന്നെ എല്ലാം ശരിയായെന്ന്. അതൊരു പ്രസംഗത്തിൽ കിട്ടിയ കർത്താവ് നൽകിയ വെളിപാടായിരുന്നു. നിങ്ങൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം തോന്നിയാൽ നിങ്ങൾക്ക് ആ ഉടമ്പടി എല്ലാം ഇനി ശരിയാകും. അത് ഉടമ്പടി പാസീവാണോ ആക്റ്റീവാണോ എന്നറിയാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണത്. ഉടമ്പടി എടുക്കുമ്പോൾ അത് പാസീവാണോ ആക്റ്റീവാണോ, ഇത് വർക്കൗട്ട് ചെയ്യുമോ ഇല്ലയോ എന്നറിയാനുള്ള ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഒരു ധൈര്യം തോന്നണം, ഇനി കർത്താവ് അത് ഏറ്റെടുക്കും. എന്താ കാര്യം? ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ഹെബ്രായർ 10:35. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. ശക്തി എന്ന്, അതായത് നമുക്ക് ധൈര്യം തോന്നണത് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കപ്പെടുമ്പോഴാണ്. ആ ശക്തി ആത്മാവിൻ്റെ ഒരു ദാനമാണ്. ഐസയ 11:2 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഐസയ 11:2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ഏറ്റു പറഞ്ഞ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്. ഇപ്പം കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഇൻഡിക്കേറ്ററാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ശക്തി തോന്നുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആത്മധൈര്യം തോന്നുന്നുണ്ടെങ്കിൽ ഇനി കർത്താവുണ്ട്, ഇനി കർത്താവ് നോക്കിക്കൊള്ളും. ഇനി അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാപിക്കുക. അപ്പം അമ്മ സഞ്ചാരി മാതാവാണ്, അമ്മ എൻ്റെ കൂടെ വരും. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം ഇനി ദൈവം പൂർണ്ണമായും നോക്കും എന്ന് പറയുമ്പോൾ ധൈര്യമാണ്. പക്ഷേ ഈ ധൈര്യം എന്ന് പറയുമ്പോൾ അതങ്ങനെ തോന്നിയാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇൻസ്പിരിറ്റഡ് ആയെന്നതിൻ്റെ അർത്ഥം. ഓൾറെഡി പരിശുദ്ധാത്മാവ് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ധൈര്യം തോന്നാൻ കാരണം. കാര്യം ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. കൈയിടിച്ച് കർത്താൻ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഉടമ്പടി എടുക്കുമ്പോൾ ധൈര്യം കിട്ടാൻ കാരണവും കഷ്ടത വരുമ്പോൾ ആത്മധൈര്യം എടുത്ത് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവശക്തി ഐശ്യ 11:2 ദൈവശക്തി തന്നെയാണ് നമുക്ക് ഫീലിങ്ങിൽ ധൈര്യമായിട്ട് വരുന്നത്. ഈ ധൈര്യം തന്നെ കഷ്ടതയാണ് കാലത്തിലൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂട്ടാളിയായ ആത്മാവിൻ്റെ സഹിത്വം കൊണ്ടുണ്ടാകുന്ന ആത്മധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് പറയണത് റോമ 5:5. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. റോമ 5:5. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 5:4-5. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതാണ് സംഭവം. എന്താ പറഞ്ഞത്? ഇതിൻ്റെ എല്ലാ അതായത് നോക്കിയേ, പറഞ്ഞേ, കഷ്ടത സഹനശീലവും ആത്മധൈര്യവും നമുക്ക് നൽകുന്നു. ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹമെന്തെന്ന് നിങ്ങൾ അറിയുന്നു. അതായത് റോമ 4 റോമ 5 എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? ദൈവസ്നേഹത്തിലാണ് ഇത് വർക്ക് ചെയ്യണത്. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണോ വേണ്ടത് കൈപൊക്കിക്കേ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയണത് ദൈവസ്നേഹത്താൽ നിറയുകയാണ്. പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉഭയകക്ഷി ഉടമ്പടിയിലായ ഞങ്ങളുടെ മേൽ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. ആ അഭിഷേകത്തിലെ ആത്മാവിന്റെ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് വെളിവാകാൻ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ അമ്മയെപ്പോലെ യേശുവിനെ സ്വീകരിക്കുവാനും ലോകത്തിന് കൊടുക്കുവാനും രാവിന്റെ കൽപ്പന പാലിച്ച് അഭിഷേകം ചെയ്യണമേ. എപ്പോഴും അഭിഷേകം ചെയ്യണമേ. മഹത്വം
ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, കൈയടിച്ചുകൊണ്ട്. ഇറങ്ങി എന്നിൽ വാ, കൈയടിച്ചുകൊണ്ട്. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ സ്വർഗീയ പെയ്തിറങ്ങി വാ. തീയേ, സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമല്ല മക്കളെ, നിങ്ങൾ ഉടമ്പടി കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഉടമ്പടി കഴിഞ്ഞ് നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയാണ്. നിങ്ങൾക്കറിയാവില്ല, ഉടമ്പടി രാവിലെ കുർബാനയ്ക്ക് ഈശോ പറഞ്ഞെന്താണെന്നറിയാവോ? ഒരു പ്രാർത്ഥനാ രീതി അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം കുരിശിൻ്റെ വഴി ഒരു പ്രാർത്ഥനാ രീതി ആണ്, ജപമാല ഒരു പ്രാർത്ഥനാ രീതി ആണ്, അതുപോലെ നൊവേന ഒരു പ്രാർത്ഥനാ രീതി ആണ്. പക്ഷെ ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതി മാത്രമല്ല. പ്രാർത്ഥന ഇല്ല എൻ്റെ അകത്ത് ഉണ്ട്, പക്ഷേ എന്ത് പ്രാർത്ഥനയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന. മറ്റ് സഭയിലെ എല്ലാ സോഴ്സ് ഓഫ് പവർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുർബാന ഉപയോഗിക്കുന്നുണ്ട്. കാര്യം കുർബാന മസ്റ്റാണല്ലോ. ശരിക്കും കുർബാനയിൽ ഉള്ള വിശ്വാസികൾക്ക് കുർബാന മസ്റ്റാണ്. മറ്റുള്ളവർ കുർബാനയിൽ വിശ്വാസം അത്രയും സാക്രമെൻ്റൽ കണക്റ്റഡ് ആകാത്തവർക്ക് കുർബാനയുടെ ദൈവിക ആനുകൂല്യങ്ങൾ കിട്ടാൻ പാടല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ കുർബാന ഒരു പ്രാർത്ഥനാ രീതി എന്ന രീതിയിൽ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ കുർബാന കൂടുതൽ തെറ്റില്ല, പക്ഷേ കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഉടമ്പടി അങ്ങനെയല്ല. ഉടമ്പടി എനിബഡി ക്യാൻ റിസീവ് ഇറ്റ്. കാര്യം തുറന്ന ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ഉള്ള ഒരു ഈ കാലത്ത് ഒരു മുങ്ങിച്ചാകാൻ പോണവൻ്റെ പിടിവള്ളിയാണ് ശരിക്കും. ലാസ്റ്റ് അബോർഡ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറയണതല്ല, കർത്താവ് എനിക്ക് തോന്നിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നിക്കണം മാത്രമല്ല, കാര്യം എന്ത് തോന്നിയാലും അതൊരു മാനുഷികമായ ആകണത് അതിന് തെളിവുകളില്ലാതെ വരുമ്പോഴാണ്. പക്ഷെ മനുഷ്യൻ പിറ്റേ ദിവസം സാക്ഷ്യം പറയും, അപ്പോൾ ദൈവികമായ തോന്നലാണത്. മാനുഷികമായ തോന്നലാണെങ്കിലും ആയിട്ട് പറയുമ്പോഴും പിറ്റേ ദിവസം അതിനെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇപ്പം നമ്മൾ കേട്ട വചനം, എന്ത് വചനം കേട്ടത്? റോമ 4:5 എന്താ പറഞ്ഞത്? കഷ്ടത സഹനശീലവും. സഹനശീലം എന്താ പറയണത്? ആത്മധൈര്യം. സഹനശീലവും ആത്മധൈര്യം നൽകും. ആത്മധൈര്യം എന്താ നൽകണത്? പ്രത്യാശ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി, നല്ല സാക്ഷ്യമാണ്. അതായത് ജിഷ സെബി പാനായിക്കുളം, നല്ല ഓട്ടമുള്ള സാക്ഷ്യമാണ്. ജിഷ സെബി പാനായിക്കുളം, എറണാകുളം ജില്ലയാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. ഇപ്പം നമ്മളുടെ വചനം ഏതാണ്? റോമ 5:4, റോമ 5:5 അല്ലേ? എന്താണ് വചനം? കഷ്ടത സഹനശീലവും. പിന്നെന്താണ്? സഹനശീലം ആത്മധൈര്യവും. ആത്മധൈര്യമാണല്ലോ നമ്മുടെ വിഷയം. ആത്മധൈര്യം എന്തിനാണ്? അതായത് ഐസയ 11:4 അനുസരിച്ച് 11:2 അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ദാനങ്ങളൊന്ന് ദൈവശക്തിയാണ്. ശക്തിയുടെ പ്രയോഗപരതയിലാണ് നമ്മൾക്ക് ആത്മധൈര്യം കൊണ്ട് ഫീൽ ചെയ്യണത്. പക്ഷേ ഈ ഫീൽ ചെയ്യണത് എപ്പോഴാണ്? കഷ്ടതയിൽ ഫീൽ ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം ഇതാണ്, കാറ്റ് വന്നാൽ കെട്ടുപോകത്തില്ല. പിടികിട്ടിയ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ വചനത്തിൻ്റെ ഒരു റീച്ചിങ് കണ്ടില്ലേ? എന്താണ് പറഞ്ഞ? റോമ 5:4 എന്താണ്? കഷ്ടത സഹനശീലവും. സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? അത് കാറ്റാണെന്നാ പറഞ്ഞത്. എങ്ങനെയുള്ള കാറ്റാണ്? കാറ്റിൽ അത് അതേസമയം തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ളത്തേക്ക് ഊതുന്ന കാറ്റാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വെളിച്ചവുമാണ്. പരിശുദ്ധാത്മാവിനെ എങ്ങനെയൊക്കെ പറയണമെന്ന് ദൈവം മനുഷ്യന് മനസ്സിലാകുന്ന എല്ലാ ക്യാപിറ്റൽ സിമ്പിൾസ് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ജീവൻ, വെളിച്ചം, അതുപോലെ തന്നെ വെള്ളം. ജലമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ജലമില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ജീവജലമായിട്ടാണ് പറയണത്.
വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ജീവൻ, ജീവനായിട്ട് പരിശുദ്ധാത്മാവിനെ എന്തെല്ലാം തരത്തിലാണ് പരിശുദ്ധാത്മാവിനെ ബഹുമാനങ്ങൾ ഉണ്ടാകണത്. അതായത് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, നിങ്ങളിതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് എടുക്കണം. എന്താണ്? എപ്പോഴും എനിക്ക് എളുപ്പം തോന്നിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ സ്വീകരിക്കാൻ സിമ്പിളാണ്. ഒന്ന്, യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ മതി. രണ്ടാമത്, ദൈവം നമ്മുടെ പാപങ്ങളാണ്, നമുക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അപ്പോഴേ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരം അവൻ ഏറ്റെടുത്തതാണെന്ന് ഞാനത് ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ഒരു അനുതാപം ഉണ്ടായാൽ യു വിൽ ഗെറ്റ് ഹോളി സ്പിരിറ്റ്. സിമ്പിളാണ്. നിങ്ങൾ പരിശുദ്ധാത്മ സ്വീകരിക്കാൻ വലിയ സംഭവങ്ങളില്ല. വേദപുസ്തകം ഇത് വളരെ സിമ്പിളാക്കിയിരിക്കുകയാണ്. എനിബഡി ക്യാൻ റിസീവ് ഹോളി സ്പിരിറ്റ്. എന്താ കാര്യം? ഒന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവൻ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്, യേശു കർത്താവാണ് ഇത് ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നു. റോമ 9:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ 10:9 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ അവൻ മരിച്ചത് എന്തിനു വേണ്ടിയാണ്? പീഡ അനുഭവിച്ചത് എന്തിനാണ്? പാപങ്ങൾക്ക് പരിഹാരമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ എന്ന് വേദപുസ്തകത്തിൻ്റെ ശക്തമായ അപ്പോസ്തലിക് എക്സ്പീരിയൻസ് ആണ്. എന്താണ്? അവൻ നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. ഐസയ 53:4-5-6-8 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശയ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ആരാധിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്താ മനസ്സിലായി? പരിശുദ്ധാത്മാവ് നമ്മൾ യേശുവിനെ രക്ഷകനായി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ആ പരിഹാരം ചെയ്തത്, അവൻ്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷയായെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനത്തെ ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായിട്ടും നമ്മളുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്താപം ഉണ്ടാകും. പാപങ്ങളെ ഓർത്ത് എന്ന് പശ്ചാത്താപം ഉണ്ടാകുന്നു അന്ന് ദൈവപൈതലെ അപ്പോൾ നീ യേശുവിൻ്റെ കുരിശാരോഹണത്തോടും കർത്താവിൻ്റെ പീഡാനുഭവത്തോടും നിൻ്റെ കർത്താവിൻ്റെ വീണ്ടെടുപ്പ് പ്രക്രിയയോടും കൂടി നീ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. കൈ അടിച്ച് കർത്താവ് കർത്താവേ
നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ രക്ഷ, മനുഷ്യൻ്റെ ആത്മരക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, എന്തുകൊണ്ടാണ്? കുരിശുമരണത്തെക്കുറിച്ചല്ലാതെ, നിങ്ങളുടെ കൂടെ ഞാൻ ആയിരുന്നപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ കരുതിയെന്ന്. കുരിശുമരണത്തിന് അത്രയും ശക്തിയാണ്. 1 കൊരിന്ത്യൻസ് 2:2 ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 2:2 1 കൊരിന്ത്യൻസ് 2:2 നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അതായത് ഒരു മനുഷ്യൻ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്താ കാര്യം? അവൻ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് പകരക്കാരനായാണ്. അവൻ ഏറ്റെടുത്തത് എൻ്റെ പാപങ്ങളാണ്. അവൻ മൂലമാണ്, അവൻ്റെ നാമം മൂലമാണ് ഞാൻ വിടുവിക്കപ്പെട്ടത്. ദൈവപൈതലേ, നീ എന്ന് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, നിൻ്റെ പാപങ്ങൾ നീ മരിക്കുന്നതിന് പകരം, നിത്യമായി മരിക്കുന്നതിന് വേണ്ടി മരിക്കുന്ന പകരം അവൻ മരിച്ചു. അവൻ്റെ ആ മരണത്തെ, പാപത്തെ ഏറ്റെടുത്തത് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു വന്ന് അത് നിനക്ക് വേണ്ടിയാണെന്ന് നീ വിശ്വസിച്ചാൽ യു വിൽ ബി സേവ്ഡ്. നീ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാകും. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ആരാധന. ഹല്ലേലൂയ യേശു ആരാധന. ഹല്ലേലൂയ ആരാധന ആരാധന. ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവഭക്തലേ, നീ ഇപ്പോൾ ഒരു ചെളിക്കുണ്ടിൽ കിടക്കണമെന്ന് വിചാരിച്ചോ? നീ എന്തോ നിനക്ക് ആവശ്യമുള്ള എന്തോ എടുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് പോയി നീ ഒരു കിണറ്റിൽ വീണെന്ന് വിചാരിച്ചോ? ഒരു പൊട്ടക്കിണറ്റിൽ വീണ. അപ്പോൾ നിനക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റണില്ല. നിന്നെ രക്ഷിക്കാൻ വന്ന ആൾ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ അയാളുടെ കൈയും കാലും മുഴുവൻ മുറിഞ്ഞ് ചോര വാർന്ന പരീക്ഷീണനായിപ്പോയി. അയാളുടെ ചോരപ്പാട് കണ്ടാൽ നിനക്ക് എന്ത് തോന്നും? ഞാനിങ്ങനെ ഒരു കുരത കാണിച്ച് ചാടിയത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ചോര വാർത്ത് പോയത്. അപ്പോൾ അത് നിനക്കുണ്ടാകണം എന്താണ്? ആ ചോരപ്പാട് കാണുമ്പോൾ പശ്ചാത്താപം അല്ലേ? നീ അരുതാത്ത കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് ഒരു മനുഷ്യനെ, നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇല്ലായിരുന്നെങ്കിൽ നീ രക്ഷപ്പെടാത്ത ആ അവസാനം നിത്യമരണം ആയിരുന്നില്ലേ എന്ന് ഓർത്തുകൊണ്ട് നിനക്കൊരു വേദന തോന്നാം. ക്രിസ്തുവിൻ്റെ കുരിശുമരണം കാണുമ്പോഴേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ പരിഹാരം അവൻ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ നമ്മളും പട്ടി ചാകണ പോലെ ചത്ത്, ഈ പന്നി ചാകണ പോലെ ചത്ത്, പക്ഷികൾ ചാകണ പോലെ ചത്ത് മൺമറഞ്ഞു പോകത്തില്ലേ? നമുക്ക് നിത്യജീവൻ കിട്ടത്തില്ലായിരുന്നല്ലോ. ഓർക്കുക, ഇത് പറയണത് ജോസഫ് അച്ഛനാ. എന്താ കാര്യം? ഞാൻ മാതാവിനെ നേരെ കണ്ടൊരാളാണ്.
അപമാധാനം ജീവനോടെ കണ്ട ആളാണ്. എനിക്കറിയാം പുനരുദ്ധാനം എന്താണെന്ന്, എനിക്കറിയാം നിത്യജീവിതം എന്താണെന്ന്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവപൈതലെ, എനിക്കും നിനക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ പാപങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു മുൾക്കിരീടമായി തിരുവിലാവിലും മുറിവായി മുൾക്കിരീടമായി കരച്ചടങ്ങൾ ആണിപ്പെടുത്തായി സർവാംഗം മുറിവായി അവൻ്റെ മുതുകിലാണ് ശത്രുക്കൾ ഉഴുതുമറിച്ചതെന്ന് പറയുമ്പോൾ അവനെ കാണുമ്പോൾ നമ്മൾക്ക് എന്താണ് തോന്നേണ്ടത്? അവൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഈ മനുഷ്യനെ കണ്ടാൽ അവൻ മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ലെന്ന് ഐസക്ക് തോന്നിയെങ്കിൽ നമുക്ക് എന്താണ് തോന്നേണ്ടത്? പശ്ചാത്താപമില്ലേ? ആ പശ്ചാത്താപത്തിന് ദൈവം നൽകുന്ന മറുപടിയാണ് പരിശുദ്ധാത്മാവ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുമ്പസാരിച്ചിട്ടും പശ്ചാത്താപം തോന്നാത്തത്? നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് ക്രിസ്തു പീഡിതനായെന്ന് നമുക്കൊരു പശ്ചാത്താപം കിട്ടാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് പശ്ചാത്താപം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധമുണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനെ ചേർത്ത് നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിൻ്റെ പകരക്കാരനായി നിനക്ക് വേണ്ടി നീ ഡെലിവറായി, നീ രക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്ക് പശ്ചാത്താപം തോന്നുന്നത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കാം നിനക്കുണ്ടാകുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, പാപാവസ്ഥയ്ക്ക് വിടുതൽ നൽകിയവനെ ഓർത്തുകൊണ്ട് ദുഃഖം തോന്നണമേ, ആത്മസന്തോഷം നൽകണമേ, എനിക്ക് ആന്തരികമായ ദുഃഖം തോന്നണമേ, ദുഃഖം തോന്നണമേ. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താണ് മാർഗമെന്ന് അപ്പോസ്തലന്മാരോട് ജനങ്ങൾ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗമെന്ന് പരിശുദ്ധാത്മാവാണ് പത്രോസിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ പറഞ്ഞു കൊടുത്തത്? യു റിപ്പന്റ്, the Holy Spirit will be given to you. നിങ്ങൾ പശ്ചാത്തപിക്കട്ടെ. the word of God, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ സ്നാനമാണ് അവൻ സ്വീകരിക്കുന്നത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ, അവൻ്റെ നിത്യതയിൽ വിശ്വസിച്ചാൽ, അവൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ചെയ്തുവെന്ന് അവൻ കേട്ടറിഞ്ഞാൽ, അങ്ങനെ ലോകത്തിൽ ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ നീതിമാനായ മനുഷ്യന് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വരാം, പക്ഷെ പാപികളായ മക്കൾക്ക് വേണ്ടി ആരും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പാപികളായിരിക്കെ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ പരിഹാര മാർഗങ്ങളാൽ ആണ് നമ്മൾ, അവൻ്റെ പീഡാനുഭവത്താലാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ അതിനാണ് രക്ഷ എന്ന് പറയുന്നത്. അത് നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാനമാണ് ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. സ്തുതിക്കട്ടെ. നിങ്ങൾ പശ്ചാത്തപിക്കുമേ. സകലരും സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. അനുദാ